ഹലോ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും ഹലോ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, വെർട്ടിക്കലായിട്ടാണുള്ളത്. എന്ന് വെച്ചാൽ എംപ്ലോയി ഐ ഡി ഇവിടെ, അതിൻ്റെ ഡാറ്റാസ് വെർട്ടിക്കലായിട്ടാണുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് എംപ്ലോയി നെയിമോടെ അതിൻ്റെ ഡാറ്റാസ് വെർട്ടിക്കലായിട്ട് കോളംസിൽ ഇങ്ങനെ ഇല്ല, കോളംസിലാണ് അതിൻ്റെ ഡാറ്റാസ് ഉള്ളത്. നമുക്കിപ്പോൾ ഈ ഒരു ടേബിള് ഹൊറിസോണ്ടലായിട്ട് വേണം വിചാരിച്ചു. ഹൊറിസോണ്ടലാകുമ്പോൾ എംപ്ലോയി ഐ ഡി ഇവിടെ വരും. എംപ്ലോയി ഐ ഡി 12, 13, 14, 15, 16, 16, 17, 18, 19, 20 എന്നുള്ളത് അങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യണ കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നെങ്കിൽ പേസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ഡാറ്റ സൗണ്ട് ചെയ്ത് വെച്ചു ഈക്വൽ ടു ട്രാൻസ്പോസ് അറേ. അറേ എന്ന് വെച്ചാൽ ഇതാണ് അറേ. ഓക്കെ, നമ്മളിത് മൊത്തം സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ബ്രാക്കറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് കിട്ടി. ഓക്കെ, ഇതിൽ വരുമ്പോൾ നമുക്ക് ടേബിൾ വരില്ല. നമുക്കിതിലുള്ള ടേബിൾസ് എല്ലാം മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എക്സലിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഓക്കെ ഇതിലുള്ള ഫോർമുലാസ് എല്ലാം ഡിലീറ്റ് ആവുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് ഫോർമുല ഡിലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇൻസേർട്ട് ടേബിൾ ഓക്കെ, നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഇതിലുള്ള ഫോർമുല അത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ഓളല്ല, ക്ലിയർ ഫോർമാറ്റ്സ് അല്ല. അത് പോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സാധനം ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വല്ല ചേഞ്ച് വരുത്തണമെങ്കിൽ ഇവിടെ വല്ല ചേഞ്ച് വരുത്തണമെങ്കിൽ അവിടെ വരും. നോക്കട്ടെ, അപ്പോൾ ശ്രീരാജിൻ്റെ 19,800 ഇവിടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. 19,800 ഓക്കെ, മാറിയിട്ട് അവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ മാനുവലായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ ഒരു ലിങ്ക് അവിടെ കൊടുക്കുന്നത് മാത്രമല്ല ഈ ട്രാൻസ്പോസ്. പക്ഷെ നമുക്ക് ട്രാൻസ്പോസ് വേറെ രീതിയിൽ നമുക്ക് എടുക്കാം. അതിങ്ങനെ അതാകുമ്പോൾ നമ്മളിത് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് സ്പെഷ്യലിൽ വാല്യൂസിൽ ട്രാൻസ്പോസ്. ഓക്കെ, ഇതിലിപ്പോൾ വലിയ ഫോർമാറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഫോർമുലാസ് ഉണ്ടാവില്ല. ഓക്കെ, ആസ് യു ക്യാൻ സീ ഫോർമുലാസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻസേർട്ടിൽ ടേബിളായിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എക്സലിൽ ഡിഫോൾട്ടായിട്ട് ടേബിൾ ഉണ്ടാക്കുന്നത് വെർട്ടിക്കലിലാണ്. അത് മനസ്സിലായി നേരിക്കണം. കാരണം വെച്ചാൽ ഇതാണ് നമ്മളെ ഹെഡേഴ്സിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല. ഇതിൽ ഹെഡറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഹോറിസോണ്ടൽ ടേബിൾ ആയ കാരണം എക്സലിന് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇതെങ്ങനെ കാണിക്കണം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കണ്ട. ഹെഡർ റോ കണ്ട നമ്മൾ വെർട്ടിക്കലിലാണ് വരുന്നത്. ഓക്കെ, അതാണ് വൺ ഓഫ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇങ്ങനെ ട്രാൻസ്പോസ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ ടേബിൾ മേക്കുമ്പോഴുള്ളൊരു ഡിസഡ്വാൻറ്റേജ് അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോകളെല്ലാം മനസ്സിലായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.